ഒരു വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ബ്രഹ്മസ്ഥാനമാണ്. അപ്പം എല്ലാ വീട്ടിലും ഒരു ബ്രഹ്മസ്ഥാനമുണ്ട്. അതായത് വീടിന്റെ കറക്റ്റ് സെൻട്രൽ പോയിന്റ്. അവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഫെങ്ഷുയിൽ പറയുന്നുണ്ട്, ഈ ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞ ഓൾ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് കുടുംബത്തിന്റെ ഐക്യം. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ വീടുകളിൽ അങ്ങനെ വരാറില്ല, പക്ഷെ ഉള്ള വീടുകളും ഉണ്ട്, ഫ്ലാറ്റുകളും ഉണ്ട്. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ സെൻട്രൽ പോയിന്റിൽ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ തങ്ങൾ പരസ്പര കലഹത്തിന് അത് കാരണമാകുമെന്നും ഇവർ തങ്ങൾ അടിച്ചു പിരിയാനുള്ള സാധ്യത ഉണ്ടാകുമെന്നും ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കുടുംബങ്ങളുടെയും ഒരു ഏരിയ ആയിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മസ്ഥാനമാണ്. ഒരു കാരണവശാലും ബ്രഹ്മസ്ഥാനത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല. അതുപോലെ തന്നെ വീടിന്റെ കറക്റ്റ് സെൻട്രൽ പോയിന്റിൽ ഒരു കാരണവശാലും പില്ലറുകൾ വരാൻ പാടില്ല. അവിടെ പടിക്കെട്ട്, അതായത് മുകളിലേക്കുള്ള ഒരു സ്റ്റെയർ കേസ് അവിടെ വന്ന് ഇറങ്ങാനോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനോ പാടില്ല. ഇപ്പൊ നമുക്ക് വീട്ടിൽ നടുമുറ്റമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നടുമുറ്റം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നടുമുറ്റം ചെയ്തിട്ട് അവിടെ വെള്ളം കെട്ടി നിർത്താൻ പാടില്ല. ആ നടുമുറ്റത്തിനകത്ത് പെബിൾസ് ഇട്ട് വെക്കാൻ പാടില്ല. ആ നടുമുറ്റത്തിൽ നമുക്ക് കഴിയുന്നതും പ്ലാന്റുകൾ ഒഴിവാക്കുകയും ചെയ്യണമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നടുമുറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂൾസ് നോക്കാം. നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ലക്കി ക്യാറ്റിനെ വാങ്ങിച്ചിട്ട് പ്രധാന ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കാം. ഇത് ക്വാൻ കിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്ചു ആണ്. പ്രധാന വാതിലിലോട്ട് വെക്കാം. മറ്റ് നെഗറ്റീവ് എനർജികളെ വീട്ടിലേക്ക് കടത്തിവിടാതെ വീടിനെ സംരക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് മെൻഡേനിയൻ ഡെക്കിന്റെ സ്റ്റാച്ചു ആണ്. ഇത് കുടുംബാംഗങ്ങൾ തങ്ങളിൽ ഐക്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതെന്ന് പറയുന്നത് ചിൽഡ്രൻസ് ബുദ്ധയാണ്. കുട്ടികളില്ലാത്ത കപ്പിൾസിന് വേണ്ടിയിട്ട് ബെഡ്റൂമിന്റെ വെസ്റ്റ് ഭാഗത്ത് വെക്കാം. ഇത് 3 ലെഗ്ഡ് ഫ്രോഗ് ആണ്. വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് പ്രധാന വാതിലിൽ നിന്നും വീടിനുള്ളിലേക്ക് വെക്കാം. 2026 സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് ഇഷ്യൂസിന് സാധ്യതയുള്ള ഒരു ഡയറക്ഷൻ നോർത്ത് വെസ്റ്റ് ആണ്. അവിടെ പ്രധാന വാതിലോ ബെഡ്റൂമോ ഉള്ളവർക്ക് ഈ ഒരു സാധനം അവിടെ ഹാങ് ചെയ്യാം. വീടിന്റെ 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു. അതിന് നമുക്ക് വടക്ക് ഭാഗത്ത് വെക്കേണ്ട, ലിവിംഗ് റൂമിന്റെ വടക്ക് ഭാഗത്ത് വെക്കേണ്ടത് ടോർട്ടോയിസ് ആണ്. അതിന്റെ വെസ്റ്റിൽ വെക്കേണ്ടതെന്ന് പറയുന്നത് ടൈഗർ ആണ്. അതിന്റെ ഈസ്റ്റിൽ വെക്കേണ്ടതെന്ന് പറയുന്നത് ഡ്രാഗൺ ആണ്. അതിന്റെ സൗത്തിൽ വെക്കേണ്ടതെന്ന് പറയുന്നത് ഫീനിക്സ് ബേർഡ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റാച്ചുകൾ ഒരുപാട് സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.